ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ രാജേന്ദ്ര ലോബിയുടെ പങ്ക് അന്വേഷിക്കാനൊരുങ്ങി SIT. സ്വർണ്ണക്കടത്തിലെ പ്രധാനിയെന്ന് സംശയിക്കുന്ന ഡി മണിയെ വീണ്ടും ചോദ്യം ചെയ്യും. മണിയുടെ ബാങ്ക് ഇടപാടുകളും SIT സംഘം പരിശോധിക്കും. രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയിൽ നിന്നാണ് മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുന്നത്. തുടർന്ന് ദിണ്ടിഗലിലെ വീട്ടിലെത്തി മണിയെ SIT മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണത്തോട് ഇയാൾ വേണ്ട വിധത്തിൽ സഹകരിച്ചില്ല. താൻ ഡി മണിയല്ലെന്നും MS മണിയാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് ബന്ധമില്ലെന്നുമാണ് ഇയാൾ ആവർത്തിക്കുന്നത്. ബാലമുരുകൻ എന്ന സുഹൃത്തിന്റെ സിം കാർഡാണ് താൻ ഉപയോഗിക്കുന്നതെന്നും അതാണ് തനിക്ക് വിനയായതെന്നുമാണ് മണിയുടെ വാദം. ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘം കാണിച്ച ഫോട്ടോയിലുള്ളവരെ അറിയില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു. എന്നാൽ പിടിയിലായത് ശരിയായ ആൾ തന്നെയാണെന്നും പേരിൽ മാത്രമാണ് പിശക് പറ്റിയതെന്നും SIT വ്യക്തമാക്കി. മണിയുടെ ചിത്രം വ്യവസായിയെ കാണിച്ച് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോപ്കോൺ വിൽപ്പനക്കാരനായും ഓട്ടോ ഡ്രൈവറായും ഉപജീവനം നടത്തിയിരുന്ന മണി എങ്ങനെയാണ് വൻ നിക്ഷേപവുമായി റിയൽ എസ്റ്റേറ്റ് രംഗത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന തരത്തിൽ വളർന്നതെന്നും SIT അന്വേഷിക്കും. ബാങ്ക് ഇടപാടുകളടക്കം പരിശോധിച്ച് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 30-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം മണിക്ക് SIT നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.